കഷ്ടപ്പെട്ട് പട്ടിപ്പണി എടുത്തിട്ട് തന്നെയാണ് വന്നേ. അല്ലാണ്ട് നമ്മൾ മറ്റേ ഓസിന് ആരുടെയും പുഷി ഒന്നും കയറിയൊന്നും വന്നൊന്നുമല്ല. ചില പെൺകുട്ടികളെ പോലെ കണ്ടവരുടെയൊക്കെ സ്ട്രീമിൽ പോയിരുന്ന ഡാൻസും തുള്ളി പറിച്ചുണ്ടാക്കിയൊന്നുമല്ല. ഇത് കണ്ടവൻ്റെ അവിടെയൊക്കെ പോയി ഉണ്ടാക്കിയോളൊന്നുമല്ല ഞാൻ. മനസ്സിലായോ? സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇതാണ് ലൈറ്റ്സ് ഗെയിം. നമ്മള് പബ്ജി കളിക്കുന്ന ലൈറ്റ്സ് ഗെയിം. തൊപ്പി 10th മെമ്പറിന് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മ കൈവിലെല്ലാം കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നത്. ഉള്ള ട്രോളന്മാരടുത്തും വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന പിള്ളേരടുത്തൊക്കെ എടാ എൻ്റെ ക്ലിപ്സ് ഒക്കെ കൊണ്ടുപോയി അവിടെ ഇടടാ, തൊപ്പിയുടെ അടുത്ത് ഇടടാ, എന്നെ അടുത്ത മെമ്പറായി എടുക്കട്ടെ, എൻ്റെ വീഡിയോസ് ഒക്കെ അവിടെ ഇടടാ, ഞാൻ തൊപ്പിയുടെ അടുത്ത് പോകട്ടെടാ. തൊപ്പിയുടെ എല്ലാം അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇമ്മാതിരി കളി കളിച്ചത്. നിന്റെ ഈ കളിയൊന്നും എനിക്ക് കളിക്കേണ്ടി വന്നിട്ടില്ല. എന്നെ അവൻ്റെ ലൈവിലേക്ക് ഗസ്റ്റായിട്ട് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ആയിട്ടാണ് ഞാൻ പോയത്. അല്ലാണ്ട് നീ കാണിക്കുന്നതൊക്കെ കടന്നെങ്കിൽ എന്നെ ഇരക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഈ വീഡിയോ എപ്പോഴത്തേന്ന് 2.5 വർഷം മുന്നേ ഉള്ള വീഡിയോ ആണത്. നീ അന്നേരം എന്ത് ചെയ്യുന്നത്? നീ മറ്റേ അണ്ണാ ഒരു ക്രെഡിറ്റ് കാർഡ് തരുമോ, ഒരു കാർഡ് എടുക്കുമോ, ഒരു അക്കൗണ്ട് തുറക്കുമോ എന്ന് നീ പറഞ്ഞ് നടക്കുന്ന ആ ടൈമിൽ സ്ട്രീമിംഗ് എന്നൊക്കെ പറഞ്ഞ സമയം നീ ചിന്തിക്കുന്നതിന് മുന്നേ ഉള്ള സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണിത്. അഭിമാനത്തോട് പറയും, ഇന്നത്തെ കാണുന്ന തൊപ്പിയുടെ അല്ല, ആ തൊപ്പിയുടെ ഫസ്റ്റ് ലൈവ് സ്ട്രീമിൽ ഏറ്റവും ആദ്യമായിട്ട് ഗസ്റ്റായിട്ട് വന്ന ആൾ ഞാനാണ്. ഏറ്റവും ആദ്യമായിട്ട് IRS തൊപ്പിയുടെ കൂടെ ചെയ്ത ആൾ ഞാനാണ്. ഞാൻ അഭിമാനത്തോട് പറയും. ഓക്കെ, അത് ഞാൻ ഏൺ ചെയ്തെടുത്ത സാധനമാണ്. ഗെയിം കളിച്ചിട്ട് നമ്മൾ രണ്ടാളും ഗെയിം കളിച്ചിട്ട് അതിന് സ്കില്ല് വേണം. അതിന് ഈ കോണ മാത്രം പോരാ, അതിന് സ്കില്ല് വേണം. ഗെയിംസ് കളിക്കാനും അതിന്ന് നല്ലപോലെ ഗെയിം പ്ലേയെല്ലാം കൊണ്ടുപോയി അതിന്ന് ആൾക്കാരെ ഫാനാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഗെയിമിന് സ്കില്ല് വേണം. അത് നിനക്കില്ലാത്ത സാധനം. ഫേമസ് ആയിട്ടുള്ള സ്ട്രീമേഴ്സിന്റെ സ്ട്രീമിൽ പോയിട്ട് ഞാൻ ചാറ്റ് ചെയ്ത് അവരെന്നെ പിടിച്ച് ഹൈപ്പപ്പ് ചെയ്യും. കാരണം അങ്ങനെയുള്ള അത്രയും വലിയ ആൾക്കാർ പോലും എനിക്ക് വർഷങ്ങളായിട്ട് ഫ്രണ്ട്സ് ഇല്ല. സത്യം പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറിപ്പോ. ഒറ്റയ്ക്ക് അപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറി പോകാൻ പറ്റുമെന്ന് നീ പറഞ്ഞിട്ട് നിനക്കത് ചെയ്യാം. വേറൊരാൾക്ക് ഒരാളുടെ കഴിവ് വെച്ചിട്ട് എന്തെങ്കിലും തരത്തിൽ അവരെ എങ്ങനെയെങ്കിലും അച്ചീവ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രശ്നം. ഇതിനല്ല ജലസി എന്ന് പറയുന്നത് മോളെ. തുഴഞ്ഞു കയറി വന്നോളാം. തുഴഞ്ഞ കാര്യം നീ പറയരുത്. തുഴഞ്ഞു വന്നതില്ല കാര്യം നീ പറയരുത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഒറ്റക്ക് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടല്ല നീ ഇവിടെ ഇരിക്കുന്നത്. നിന്റെ ഓൺ കണ്ടന്റ് വെച്ചിട്ട് റീച്ച് ആയിട്ടല്ല നീ ഇവിടെ ഇരുന്നിട്ട് ഈ കോണ പറയുന്നത്. ഞാൻ മനസ്സിലായോ? 6 ഇടയിൽ ചേർന്ന് 6 അടി കിടന്ന് ഇങ്ങനെ വളർന്ന ഒരാളല്ല ഞാൻ. ഒറ്റക്ക് ഇരുന്ന് ഇത്ര ഉണ്ടാക്കിയത് മനസ്സിലായോ? ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ഗെയിം കളിച്ചോ അല്ലെങ്കിൽ ഗെയിം കളിച്ചോ? നീ ഗെയിം കളിക്കാറില്ല, അത് നമുക്കറിയാം. കോപ്ലേസിന്റെ അടുത്തുനിന്ന് വരുന്ന റെയ്ഡോ അങ്ങനെ വെച്ചിട്ടല്ല ഞാൻ ഇവിടം വരെ എത്തിയത്. എനിക്ക് 3 റെയ്ഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കണ്ണാപ്പിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ജോക്കിയാണന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, മെന്നിയാണന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പിന്നെ കാറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മോളെ 4 ആൾക്കാരെ ഗെയിമിന് റെയ്ഡ് വാങ്ങിച്ചു. നീ അല്ലേ 1 മിനിറ്റ് 1 സെക്കൻഡ് മുന്നല്ലേ നീ പറഞ്ഞത് എനിക്ക് ആരെയൊന്നും റെയ്ഡും സപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല എന്നും പറയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെക്കൻഡിൽ പറയും എനിക്ക് ആകെ മിന്നോണിൻ്റെയിൽ നിന്നും കണ്ണാപ്പയുടെയിൽ നിന്നും കാത്തിയുടെയിൽ നിന്നും അവരുടെയിൽ നിന്നും ഇവരുടെ നിന്നും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഈ കിട്ടിയതിന്റെ പേര് റെയ്ഡ് എന്നല്ല, ഈ പറഞ്ഞ സ്ഥാനത്തിന്റെ പേര് സപ്പോർട്ട് എന്നല്ലേ. വേറെ ഒരു കാര്യം കൂടെ നീ ആലോചിക്കണം. നിന്റെ പോഷെ പറഞ്ഞിട്ട് അന്ന് ഷസാംബ്രോ നിന്നെ റിയാക്ട് ചെയ്തുകൊണ്ട് മാത്രം എന്നിട്ടാണ് നീ കയറി വന്നത്. അല്ലാണ്ട് ഒരിക്കലും ചിന്തിക്കരുത് നീ നിന്റെ കഴിവ് വെച്ചിട്ട് കയറി വന്നതാണെന്ന്. ഓക്കെ, കഴിവ് വെച്ച് കയറി വന്ന പെൺപിള്ളേർ കേരളത്തിലുണ്ട്. വേറെ ഗെയിംസ് കളിച്ചും അവരുടെ സ്കില്ല് കാണിച്ചിട്ടും ഇപ്പോഴും ഈ ഫീൽഡിൽ പിടിച്ച് നിൽക്കുന്ന പിള്ളേരുണ്ട്. അല്ലാണ്ട് കൊണ അടിച്ച്